Hello everyone, we'll see the order of acids and bases of all organic compounds in this session. Acids എന്ന് പറഞ്ഞാൽ H+നെ കൊടുക്കാൻ കഴിയുന്നവർ or electron pairs നെ accept ചെയ്യാൻ കഴിയുന്നവരാണ്. So as we are discussing organic compound, it will have acidic group. For example, ഞാൻ എടുത്തിരിക്കുന്ന organic compound RCOOH ആണെന്ന് വിചാരിക്കുക. അത് aqueous solutionലേക്ക് it undergo dissociation. ആ ഡിസോസിയേഷൻ ചെയ്യുമ്പോഴാണ് അവർ H+നെ റിലീസ് ചെയ്യുന്നത് and H+ exists as hydronium ion H3O+. Or you can simply write the equation RCOOH undergo dissociation and you get RCOO minus and H+. So organic acids ഒക്കെ weak acids ആയതുകൊണ്ട് they are weak electrolyte and definitely there is an equilibrium established. So if you are about to write the equilibrium constant, നമ്മൾ അതിനെ ആസിഡിന്റെ equilibrium constantനെ acid dissociation constant എന്നാണ് വിളിക്കുക. So Ka stands for acid dissociation constant or ionization constant is equal to product by reactant നമുക്ക് എഴുതാം by RCOOH. എപ്പോഴും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് acidic charactersന്റെ ഓർഡർ എഴുതാൻ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി കെയുടെ ഓർഡർ എന്താണ്, പി കെയുടെ ഓർഡർ എന്താണെന്നൊക്കെ ചോദിക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ അസിഡിക് ക്യാരക്ടർ കൂടുതലാണെങ്കിൽ അവർ അയോണൈസ് ചെയ്ത് കിട്ടുന്ന H+ന്റെ അളവ് കൂടുതലായിരിക്കും. H+ കൂടുമ്പോൾ കെയുടെ വാല്യൂ കൂടും. സോ അസിഡിക് ക്യാരക്ടേഴ്സിന്റെ ഓർഡറും കെയുടെ ഓർഡറും സെയിം ആണ്. ഇനി നിങ്ങളോട് പി കെ എ ആണ് ചോദിക്കുന്നതെങ്കിൽ പി കെ എ ഈസ് നെഗറ്റീവ് ലോഗ് കെ എ കൂടുമ്പോൾ പി കെ എ കുറയുക ചെയ്യുക. അപ്പൊ പി കെയുടെ ഓർഡർ അസിഡിക് ക്യാരക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ഓർഡേഴ്സ് ചോദിക്കുമ്പോൾ വെദർ അസിഡിക് കെ എ ഓർ പി കെയുടെ ഓർഡേഴ്സ് എങ്ങനെ എഴുതണം എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് തരുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ പല ടൈപ്പ് ഫങ്ഷനാലിറ്റി ഉള്ള ആൾക്കാരെ തരാം. സോ ഏറ്റവും ആദ്യം നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ അസിഡിക് ക്യാരക്ടേഴ്സിന്റെ സ്ട്രെങ്ത് പറയാൻ. സോ എപ്പോഴും മനസ്സിലാക്കാം, ഇഫ് യു ആർ ഹാവിങ് സൾഫോണിക് ആസിഡ് ദേ ആർ മോസ്റ്റ് അസിഡിക് ദാൻ other organic acid like carboxylic acid. Carboxylic acid കഴിഞ്ഞാണ് നമുക്ക് ഫീനോൾ വരുന്നത്. And then you have methanol. Methanol CH3OH നെയാണ് ഞാൻ MEOH എന്ന് എഴുതിയത്. Then you have water and other alcohols. അപ്പോൾ ആൽക്കഹോളിൽ മെഥനോളിന്റെ അസിഡിക് ക്യാരക്ടർ വാട്ടറിനേക്കാളും സ്ലൈറ്റ്ലി കൂടുതലാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ബാക്കി എല്ലാ ആൽക്കഹോൾസിനും വാട്ടറിനേക്കാളും അസിഡിക് ക്യാരക്ടർ കുറവാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ CH ട്രിപ്പിൾ ബോണ്ട് CH അസറ്റിലീൻ സിസ്റ്റം വരുന്നത്. ആൻഡ് ഇങ്ങനെ നമുക്ക് ഇവരുടെ അസിഡിക് ഓർഡേഴ്സ് പറയാം. ഏറ്റവും ആദ്യം നിങ്ങൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണെങ്കിലുള്ള ഓർഡേഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇഫ് യു ആർ ഗിവൺ ദ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നിട്ട് നിങ്ങളോട് ഓർഡേഴ്സ് ചോദിച്ചാൽ വി ക്യാൻ ഗോ ഫോർ ദ ബേസിക് പ്രിൻസിപ്പിൾ. ലൈക്ക് കം ബാക്ക് ടു ദ ഇക്വേഷൻ. ഒരാളുടെ അസിഡിക് ക്യാരക്ടർ കൂടണം എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യണം, വിച്ച് മീൻസ് ദെയർ കോൺജുഗേറ്റ് ബേസ് ഷുഡ് ബി സ്റ്റേബിൾ. കോൺജുഗേറ്റ് ബേസ് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാളായതുകൊണ്ട് ഈ നെഗറ്റീവ് ചാർജ് വെച്ച് സ്റ്റെബിലൈസേഷൻ ചെയ്താൽ മതി. സോ റെസണൻസ് സ്റ്റെബിലൈസേഷൻ, സൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിൽ ആരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ, ആൻഡ് ഇതൊന്നും പോസിബിൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്ട് ബൈ ഇൻഡക്റ്റീവ് എഫക്ട് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇസ് ദാറ്റ് ക്ലിയർ? സോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ നൗ ലെറ്റ് us go for the other criteria like electron withdrawing group increases acidic character and electron donating group decreases acidic character. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി ആണ് നമ്മൾ പറയേണ്ടത്. ഈ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി റെസൊണൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകും. സോ കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലിറ്റി അതിനനുസരിച്ച് നമുക്ക് അസിഡിക് ക്യാരക്ടർ പറയാൻ പറ്റും. ആ അസിഡിക് ക്യാരക്ടേഴ്സോ റെസൊണൻസ് ഉണ്ടെങ്കിൽ അവർ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. സൈക്ലിക് കോമ്പൗണ്ടുകളിൽ ആരോമാറ്റിക് ആണെങ്കിൽ അവർ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വെച്ച് നോക്കി ഇവരുടെ അസിഡിക് ക്യാരക്ടേഴ്സിന്റെ ഓർഡർ എന്താണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആസ് പെർ NCERT ഇനി കാർബോക്സിലിക് ആസിഡ്സിന്റെ ഗ്രൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ COOH എന്ന് പറയുന്ന ആലിഫാറ്റിക് കാർബോക്സിലിക് ആസിഡ്സിന്റെ എല്ലാ അസിഡിക് ക്യാരക്ടേഴ്സിന്റെ ഓർഡറും ലിസ്റ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ ആൾക്കാരും COOH വന്നു കഴിഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് സെയിം. അപ്പൊ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവരുടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നാണ്. അങ്ങനെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ ഓർഡേഴ്സ് അനുസരിച്ചിട്ടുള്ള ഓർഡർ നിങ്ങൾക്ക് NCERT കൊടുത്തത് പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുക. അതിൽ CF3 when there are 3 electron withdrawing group നിങ്ങൾക്ക്
റെസണൻസ് എല്ലാത്തിലും ഒരുപോലെയാണ്, ആരോമാറ്റിസിറ്റി ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് വെച്ച് മാത്രമാണ് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുക. അതാണ് നമ്മുടെ തേർഡ് ക്രൈറ്റീരിയ. ആ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൽ നിങ്ങൾ എപ്പോഴും DNP റൂൾ വെച്ച് ഫോളോ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വെച്ച് അത് DNP റൂളിന് അനുസരിച്ച് നിങ്ങൾ പറയണം. വാട്ട് ഈസ് DNP റൂൾ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അടുത്ത് വരണം. ഇറ്റ് ഡിപ്പെൻസ്. DNP റൂൾ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അവരേറ്റവും അടുത്ത് വരണം, നിയർ ആയിരിക്കണം, നമ്പർ മാക്സിമം ആയിരിക്കണം, പവറും മാക്സിമം ആയിരിക്കണം. ബിക്കോസ് മാക്സിമം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടാകുമ്പോഴാണ് അസിഡിക് ക്യാരക്ടർ കൂടുക. ഇതേപോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് നമ്മുടെ ഈ ഫങ്ഷനാലിറ്റിയുടെ മേലെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ DNP റൂളിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് അസിഡിക് ക്യാരക്ടർ, റൈറ്റ്? അതുകൊണ്ട് ഡിസ്റ്റൻസിനെ നമ്മൾ ആദ്യം നോക്കുമ്പോൾ അത് ദൂരെയുള്ളതാണ് ഏറ്റവും നല്ലത്. മിനിമം നമ്പർ വരുമ്പോഴാണ് അതിന്റെ എഫക്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്ത് അസിഡിക് ക്യാരക്ടർ കൂട്ടാൻ പറ്റുക. പവറും മിനിമം വരണം. ഇപ്പൊ DNP, ഡിസ്റ്റൻസ്, നമ്പർ ആൻഡ് പവർ, ആ ഓർഡറിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോഴും വെദർ ദേ ഷുഡ് ബി വെരി ക്ലോസർ ഓർ ഫാർ അവേ ഇസ് ഡിസൈഡഡ് ബൈ ദി ടൈപ്പ് ഓഫ് ദി സബ്സ്റ്റിറ്റ്യൂവന്റ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണോ വിഡ്രോയിങ് ആണോ എന്നതിനനുസരിച്ചാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഏറ്റവും അടുത്ത് വരണം, മാക്സിമം നമ്പർ വരണം, മാക്സിമം പവർ വരണം. അതിന്റെ ഓർഡേഴ്സിലുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് എഴുതിയത് കാണാം. CF3 ഫ്ലൂറിൻ മാക്സിമം -I കാണിക്കുന്നയാളാണ്, മാക്സിമം നമ്പറും മാക്സിമം പവറും ഏറ്റവും അടുത്ത് നിൽക്കുന്നയാളുമാണ്. അങ്ങനെ ഫ്ലൂറിൻ കഴിഞ്ഞാണ് ക്ലോറിൻ എഴുതിയത്. ഇനി ക്ലോറിനെ തന്നെ 3 ക്ലോറിനും 2 ക്ലോറിനും ഉള്ളത് നിങ്ങൾക്ക് കാണാം. നമ്പറിനാണ് കൂടുതൽ പ്രയോറിറ്റി. ആൻഡ് ദെൻ 2 ക്ലോറിനും 1 NO2. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പവറിനേക്കാളും മുന്നേ നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ നമ്പർ നോക്കണം. 2 ക്ലോറിൻ ഉള്ളതിനെ ആദ്യം എഴുതി, പിന്നെയാണ് NO2 എഴുതിയത്. നൗ 1 NO2 1 CN, നമ്പർ സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്, നമ്പർ സെയിം ആണ്. എങ്കിൽ പവർ നോക്കിയിട്ട് NO2 ഈസ് മോർ വിഡ്രോയിങ് ദാൻ CN. ഇനി നോക്കാം, CN കഴിഞ്ഞാണ് നമുക്ക് ഫ്ലൂറിൻ വന്നിരിക്കുന്നത്. അഗെയിൻ ഒരാൾ മാത്രമാണ്, സെയിം ഡിസ്റ്റൻസ് സെയിം നമ്പർ ആണെങ്കിൽ പവറിന്റെ അടിസ്ഥാനത്തിൽ NO2, CN, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നിങ്ങനെ നമുക്ക് എഴുതാം. ഇതൊക്കെ അസറ്റിക് ആസിഡിന്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിരിക്കുന്ന കേസാണ്. അപ്പൊ ജനറലൈസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഓർക്കണം, എൻ്റെ കയ്യിൽ അസറ്റിക് ആസിഡിന്റെ കൂടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് മോർ അസിഡിക് ദാൻ ഫോർമിക് ആസിഡ്, വിച്ച് ഈസ് മോർ അസിഡിക് ദാൻ പ്രൊപ്പനോയിക് ആസിഡ് with electron withdrawing group, and then you have acetic acid. Okay, I'll write it again. ഒന്ന് മനസ്സിലാക്കുക, HCOOH, which is formic acid, is more acidic than benzoic acid, which is more acidic than acetic acid. ഫോർമിക് ആസിഡിനേക്കാളും കൂടുതൽ അസിഡിക് ആവുന്നത് അസറ്റിക് ആസിഡ് വിത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്. ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഓർമ്മിക്കുക. അതേപോലെ നമ്മുടെ കയ്യിൽ പ്രൊപ്പനോയിക് ആസിഡ് വിത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വിൽ ബി മോർ അസിഡിക് ദാൻ അസറ്റിക് ആസിഡ്. സോ ഈ ഒരു ഓർഡേഴ്സിലാണ് നമ്മളിത് പറഞ്ഞത്. അങ്ങനെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ നമുക്ക് വന്നു. ദെൻ യു ഹാവ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് കഴിഞ്ഞ് പ്രൊപ്പനോയിക് ആസിഡ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൊടുത്തു. ദെൻ യു ഹാവ് ബെൻസോയിക് ആസിഡ്. അങ്ങനെ നമുക്ക് അസറ്റിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആലിഫാറ്റിക് COOH ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ്സ് ഗ്രൂപ്പ് വരുന്നവരെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെയെല്ലാം ഒരു COOH ഗ്രൂപ്പ് വരുന്ന ആൾക്കാരെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, യുനോ നമുക്ക് നമ്മുടെ കയ്യിൽ ഓക്സാലിക് ആസിഡ്, മെലോണിക് ആസിഡ്, സക്സിനിക് ആസിഡ്, അഡിപ്പിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ആസിഡ്സ് ഉണ്ട്. ഈ ആസിഡുകളൊക്കെ ഒന്നിലധികം COOH കാണിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു COOH മാത്രമുള്ളവരാണോ? 2 COOH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വിച്ച് ഈസ് മോർ ആസിഡിക്? പ്രോബബിലിറ്റി ഫാക്ടേഴ്സ് പ്രകാരം കൂടുതൽ H+ കൊടുക്കാൻ സാധിക്കുന്നത് കൂടുതൽ COOH ഗ്രൂപ്പ് വരുമ്പോഴായിരിക്കും. സോ മോണോ കാർബോക്സിലിക് ആസിഡ്സിനേക്കാളും കൂടുതൽ അസിഡിക് ആയിരിക്കും ഡൈ കാർബോക്സിലിക് ആസിഡ്സ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കിയേ, ഇവരില് എല്ലാവരും ഒരു H+ കൊടുക്കുന്നു. അപ്പോൾ ഓക്സാലിക് ആസിഡ്, മെലോണിക് ആസിഡ്, സക്സിനിക് ആസിഡ്, ഗ്ലൂട്ടാറിക് ആസിഡ് ഇവരെ 1, 2, 3, 4 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഇതിന്റെ അസിഡിക് ക്യാരക്ടേഴ്സിന്റെ ഓർഡർ പറയാൻ എളുപ്പമായി. ഇവിടെയൊക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്നത് അത്ര നല്ലതല്ല, അസിഡിക് ക്യാരക്ടറിനെ ഫേവർ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വളരെ കുറവുള്ള ഓക്സാലിക് ആസിഡ് ആയിരിക്കും മോർ അസിഡിക് ദാൻ മെലോണിക് ആസിഡ്, സക്സിനിക് ആസിഡ് ആൻഡ് ഗ്ലൂട്ടാറിക് ആസിഡ് എന്ന് നമുക്ക് എഴുതാം. നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്
ലിറ്ററലി ഇതിന്റെ ആദ്യത്തെ H+ന് കൊടുക്കുന്നതാണ്. സോ മേ ബി ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ദി ഓർഡർ ഓഫ് Ka1. ഇവിടെ രണ്ട് ഈക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആദ്യത്തെ H+ന് കൊടുക്കുമ്പോഴുള്ളതിനെ Ka1 എന്നും രണ്ടാമത്തെ H+ന് കൊടുക്കുമ്പോഴുള്ളതിനെ Ka2 എന്നുമായിരിക്കും നമ്മൾ പറയുന്നത്. റെഡി? അപ്പോൾ അതിൽ ഫസ്റ്റിന്റെ കേസിലാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ മലൈക് ആസിഡ്, ഫ്യൂമറിക് ആസിഡ് വിച്ച് ഈസ് വെരി വെൽ നോൺ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ്, സിസ് ട്രാൻസ് ഐസോമേഴ്സിന്റെ എക്സാമ്പിൾസിൽ വരുന്നയാളാണ് മലൈക് ആസിഡും ഫ്യൂമറിക് ആസിഡും. ഇവരുടെ Ka1ന്റെ ഓർഡർ നമ്മൾ എഴുതിയാൽ പെട്ടെന്ന് തന്നെ H+ന് കൊടുക്കാൻ സാധിക്കുന്നത് മലൈക് ആസിഡിനാണ്. കാരണം H+ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് എക്സിബിറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മലൈക് ആസിഡ് ഈസ് മോർ ആസിഡിക് ദാൻ ഫ്യൂമറിക് ആസിഡ് എന്ന് നമുക്ക് പറയാം. പക്ഷേ സെക്കൻഡ് കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, രണ്ടാമത്തെ H+ന് വിട്ടുകൊടുക്കുന്ന Ka2 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഒരു COO- ഈ കാർബണുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത H+ന് കൊടുക്കാൻ അതിന് വലിയ താല്പര്യമില്ല. കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് വെച്ച് അത് സ്റ്റേബിൾ ആയിരിക്കുകയാണ്. അപ്പൊ സെക്കൻഡ് H+ന് റിലീസ് ചെയ്യാൻ ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ രണ്ടാമത്തെ ആളുടെ കേസാണ് എടുക്കുന്നതെങ്കിൽ മലൈക് ആസിഡിനേക്കാളും കൂടുതൽ ഫ്യൂമറിക് ആസിഡ് ആയിരിക്കും കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് രണ്ട് COH ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യാനുള്ളത്. ഇനി COHന്റെ തന്നെ മൂന്നാമത്തെ വെറൈറ്റി, ആദ്യം നമ്മൾ ആലിഫാറ്റിക് പറഞ്ഞു, രണ്ട് COH പറഞ്ഞു, മൂന്നാമത്തത് ആരോമാറ്റിക് ആസിഡുകൾ, ബെൻസോയിക് ആസിഡ്സ് ആൻഡ് അതിന്റെ ഡെറിവേറ്റീവ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ആരോമാറ്റിക് ആസിഡ്സിൽ ബെൻസോയിക് ആസിഡിന്റെ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും റെലവെന്റ് ആയിരിക്കുന്ന കാര്യമാണ് ഓർത്തോ എഫക്റ്റ് എന്ന് നമ്മൾ പറയുന്ന കാര്യം. എന്താ ഈ ഓർത്തോ എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? COOHന്റെ ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നാലും, ഞാനിപ്പോൾ ഒരു ബെൻസോയിക് ആസിഡ് എടുത്തു, അതിന്റെ തന്നെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിരിക്കുന്ന ഒരാളെ എടുത്തു. അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആവട്ടെ, ആരോ ആവട്ടെ. യൂഷ്വലി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ് അസിഡിക് ക്യാരക്ടറിനെ ഫേവർ ചെയ്യാന്ന് നമുക്കറിയാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഓർത്തോ പൊസിഷനിൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും. അപ്പൊ ആ H+ വളരെ പെട്ടെന്ന് വിട്ടുകൊടുക്കും എന്ന് നിങ്ങൾ ഓർക്കുക. ഓർത്തോ എഫക്റ്റ് ഉള്ളത് കൊണ്ട് ബെൻസോയിക് ആസിഡിനേക്കാളും അസിഡിക് ക്യാരക്ടർ എപ്പോഴും അതിന്റെ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റിന് ഉണ്ടാവും. സോ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ബെൻസോയിക് ആസിഡ്സിന്റെ കേസ് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബെൻസോയിക് ആസിഡും അതിന്റെ ഡെറിവേറ്റീവ്സും വരുമ്പോൾ ഏത് ഗ്രൂപ്പ് വന്നാലും ഓർത്തോയിലുള്ള ആൾക്കാർ, ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ് ഈസ് മോർ ആസിഡിക് ദാൻ ബെൻസോയിക് ആസിഡ്. ഇത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വരാം. ഇതിനെ നമ്മൾ ഓർത്തോ എഫക്റ്റ് എന്നായിരിക്കും വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെൻസോയിക് ആസിഡും അതിന്റെ ഡെറിവേറ്റീവ്സും വരുന്ന ആൾക്കാരുടെ അസിഡിക് ക്യാരക്ടേഴ്സിന്റെ ഓർഡർ ആണ്. ഈ എല്ലാ ഓർഡേഴ്സും നിങ്ങൾ സെൽഫായിട്ട് ഒരു തവണ ട്രൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ഫ്രം എനി ഓഫ് ദീസ് ഓർഡേഴ്സ്. അതിലേറ്റവും ആദ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. സോ യു ആർ ഗിവൺ വിത്ത് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഓർത്തോ എഫക്റ്റ്, COH ആണെങ്കിൽ ബെൻസോയിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ ഓർത്തോയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ ഓർത്തോയിൽ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഓർത്തോ എഫക്റ്റ് ഇല്ല. നൗ യു ക്യാൻ ഈസിലി ഗോ ഫോർ ദി ഓർഡർ ബേസ്ഡ് ഓൺ ദിയർ ഇലക്ട്രോൺ വിഡ്രോയിങ് അബിലിറ്റി. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അസിഡിക് ക്യാരക്ടർ കൂടും എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നോക്കുക, NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ വന്ന NO2, പാരാ പൊസിഷനിലേക്ക് NO2 വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഓർത്തോയിലും പാരയിലും റെസണൻസ് എഫക്റ്റ് കൂടി വരുന്നത് കൊണ്ട് NO2യുടെ കേസിൽ നമുക്ക് ഇവിടെ മനസ്സിലായി -I ഉണ്ടാവും. -I ഇൻഡക്റ്റീവ് എഫക്റ്റ്, ഡിസ്റ്റൻസ് കാരണം അത് കുറവായിരിക്കും. അതിൽ റെസണൻസ് എഫക്റ്റ് ഡോമിനേറ്റ് ചെയ്ത് അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ട് മാറും. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് അത് കഴിഞ്ഞ് നമുക്ക് ക്ലോറിനെ കൊടുക്കാം. പിന്നെ ആരും ഇല്ലാത്ത കേസ് നമുക്ക് കൊടുക്കാം. ഇത് രണ്ടും സെയിം ആണ്. ആൻഡ് ദെൻ യു ഹാവ് OCH3. OCH3 എപ്പോഴും ശ്രദ്ധിക്കുക, ഓർത്തോയിലും പാരയിലും OCH3 വരുമ്പോൾ റെസനൻസ് വഴി അത് ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് -I ആണെങ്കിലും റെസനൻസ് പ്രകാരം അവർക്ക് ലോൺ പേയേഴ്സ് ഉള്ളതുകൊണ്ട് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് +R ആണ്. അപ്പോൾ ഓവറോൾ OCH3 ഓർത്തോയിലും പാരയിലും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ടും OCH3 മെറ്റാ പൊസിഷനിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമുള്ളത് കൊണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടും അവർ ആക്ട് ചെയ്യും. രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്നത് COOH CH3 മെറ്റാ പൊസിഷനിൽ വന്നിരിക്കുന്നു, CH3 പാരാ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു.
CH3 നിങ്ങൾക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റും കാണിക്കാൻ പറ്റും. പാരാ പൊസിഷനിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവും, ഇൻഡക്റ്റീവ് കുറവായിരിക്കും ഡിസ്റ്റൻസ് കാരണം. എന്നാൽ മെറ്റയിൽ ഇൻഡക്റ്റീവ് പ്രകാരമുള്ള ഡൊണേഷൻ മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്, പക്ഷെ പാരയിൽ നന്നായിട്ട് ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ട് താരതമ്യേന ഡൊണേഷൻ കുറവുള്ള മെറ്റയെ നമ്മൾ ചൂസ് ചെയ്യണം. റെഡി? ആൻഡ് ദീസ് ആർ ദി അതർ വേരിയസ് എക്സാമ്പിൾസ്. നമുക്കിനി മെറ്റ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിരിക്കുന്ന ആൾക്കാരെ തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മെറ്റയിൽ നോക്കിയേ, ഇവിടെ നമുക്ക് NO2 ഗ്രൂപ്പ് ഉണ്ട്. മെറ്റയിൽ എപ്പോഴും ശ്രദ്ധിക്കുക, നോ റെസൊണൻസ് എഫക്റ്റ് ഈസ് പോസിബിൾ അറ്റ് മെറ്റ. അപ്പോൾ ഓൺലി ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ച് മാത്രമേ ഡൊണേറ്റിംഗ് വിഡ്രോയിങ് പറയാൻ പറ്റുള്ളൂ. -I എഫക്റ്റ് ആണ്. മെറ്റാ പൊസിഷനിൽ OCH3 -I ആണ്, പക്ഷേ ഓർത്തോയിലും പാരയിലും റെസൊണൻസ് പ്രകാരം ഡൊണേറ്റിംഗ് ആണ്. അപ്പോൾ ഇവരൊക്കെ വിഡ്രോയിങ് ആണ്. സോ +I വരുന്നയാളെ ലാസ്റ്റ് വെച്ചു, -Iയിൽ സ്ട്രോങ് വിഡ്രോയിങ് ഉള്ളവരെ ആദ്യം നമ്മൾ കാണിച്ചു. അടുത്ത കേസ് നിങ്ങൾ ഓർത്തോ എടുക്കുമ്പോൾ എല്ലാവരും ഓർത്തോയിലാണെങ്കിൽ എല്ലാവർക്കും ഓർത്തോ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നേച്ചർ വെദർ ഇറ്റ് ഈസ് വിഡ്രോയിങ് ഓർ ഡൊണേറ്റിംഗ്, നമ്മൾ എന്ത് ചെയ്യണം? ബെൻസോയിക് ആസിഡിനേക്കാളും കൂടുതൽ എന്തായാലും അവർക്കാണ് ആസിഡിക് ക്യാരക്ടേഴ്സ് ഉണ്ടാവുക ഡ്യൂ ടു ഓർത്തോ എഫക്റ്റ്. അപ്പോൾ ഓർത്തോ എഫക്റ്റ് കാരണം നമുക്ക് ബെൻസോയിക് ആസിഡിന്റെ ആസിഡിക് ക്യാരക്ടേഴ്സ് ഏറ്റവും കുറവാണെന്ന് പറഞ്ഞു. ഇനി ഇതിൽ നിങ്ങൾക്ക് വിഡ്രോയിങ് ഗ്രൂപ്പ് നോക്കാം. NO2 -I -R കൊണ്ട് കൂടുതൽ വിഡ്രോ ചെയ്യുന്നു. ദെൻ യു ഹാവ് ക്ലോറിൻ. CH3 ഇത് രണ്ടുപേരും ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പോൾ രണ്ടാൾക്കാരുടെയും ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ചൂസ് ചെയ്യാം? അപ്പം നമുക്കതിന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. -I -R ഉള്ളതുകൊണ്ട് സ്ട്രോങ് വിഡ്രോയിങ് ആണ്. ഇത് -I +R ഉണ്ട്, പക്ഷെ ഓവറോൾ അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. കാരണം ക്ലോറിൻ്റെ കേസിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുക. OCH3 -I ഉണ്ട്, +R ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് +I പ്ലസ് ഹൈപ്പർ കോൺജുഗേഷനും ആണുള്ളത്. അപ്പം മൊത്തത്തിൽ ഇലക്ട്രോൺ ഡൊണേഷൻ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് CH3 ആയതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓർത്തോയിൽ എല്ലാത്തിലും നമ്മൾ CH3 ലാസ്റ്റ് വെച്ചത്. റെഡി? ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് ക്ലോറിൻ. NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, പക്ഷെ OCH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. രണ്ട് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളിൽ ആരാണ് കുറച്ച് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം നമ്മൾ തിരിച്ചറിയുന്നു. ഇനി നിങ്ങൾ നൈട്രോന്റെ തന്നെ പല സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കിയേ, ഓർത്തോ പാരാമെറ്റ. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓർത്തോയെ ഏറ്റവും ആദ്യം എഴുതിയേക്കണം. കാരണം ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഗ്രൂപ്പ് ഓർത്തോയിൽ ആര് വന്നാലും ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ് വിൽ ബി മോർ അസിഡിക്. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് മെറ്റയിലും പാരയിലും വരുന്നയാളാണ്. മെറ്റയിൽ -I എഫക്റ്റ് മാത്രമേ ഉള്ളൂ, പാരയിൽ -R ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഉള്ളതിനെ ആദ്യം എഴുതിയിട്ട് പിന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതിനെ രണ്ടാമത് എഴുതുക. ബെൻസോയിക് ആസിഡ് ഇതിലേറ്റവും ലാസ്റ്റ് ആണ്. നൗ യു കൺസിഡർ ക്ലോറിൻ. ഓർത്തോയിൽ വരുന്നതിന് ഓർത്തോ എഫക്റ്റ് ഉള്ളത് കൊണ്ട് ആദ്യം ഓർത്തോ ക്ലോറോ ബെൻസോയിക് ആസിഡിനെ നമ്മൾ എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോറിന്റെ കേസിൽ റെസൊണൻസിനേക്കാളും ഡോമിനേറ്റ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരമാണ് ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയത്. സോ എങ്കിൽ ഇൻഡക്റ്റീവ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് പാരയേക്കാളും മെറ്റയിലല്ലേ, ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ്. അങ്ങനെയാണ് ക്ലോറിന്റെ കേസിൽ മെറ്റ കഴിഞ്ഞ് നമ്മൾ പാര എഴുതിയിരിക്കുന്നത്. നൈട്രോയുടെ കേസിൽ നിങ്ങൾക്ക് പാര കഴിഞ്ഞ് മെറ്റ കിട്ടിയത് റെസൊണൻസ് വഴി വിഡ്രോ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ ക്ലോറിൻ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരം വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് മെറ്റ കഴിഞ്ഞ് നമുക്ക് പാര എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളും കഴിഞ്ഞാണ് ബെൻസോയിക് ആസിഡിന് നമ്മൾ എഴുതിയത്. ഓക്കെ, അങ്ങനെ ക്ലോറിന്റെ കേസ് നമുക്കിപ്പം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓർത്തോ, മെറ്റ, പാര ആൻഡ് ബെൻസോയിക് ആസിഡ്. CH3 വരുന്ന കേസ് നോക്കുക. CH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, പക്ഷെ ഓർത്തോയിൽ വന്നാൽ നമുക്കത് വിഷയമല്ല. ഓർത്തോ എഫക്റ്റ് കാരണം ആസിഡിക് ക്യാരക്ടർ കൂടുതലാണ്. ബാക്കി രണ്ടിലും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, ഓർത്തോ എഫക്റ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ ബെൻസോയിക് ആസിഡിനേക്കാളും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളവരെ അത് കഴിഞ്ഞേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. ഇനി അതിൽ തന്നെ ഹൈപ്പർ കോൺജുഗേഷൻ ഉള്ളത് കൊണ്ട് കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആവുന്നത് പാരാ പൊസിഷനിലാണ്. മെറ്റാ പൊസിഷനിൽ ഇൻഡക്റ്റീവിന്റെ ഡൊണേഷൻ മാത്രമേ ഉള്ളൂ. സോ ഇലക്ട്രോൺ ഡൊണേഷൻ താരതമ്യേന കുറവുള്ളവരെ ആദ്യം എഴുതിയിട്ട് നന്നായി ഡൊണേറ്റ് ചെയ്യുന്നവരെ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. OH നമ്മൾ കൺസിഡർ ചെയ്തു, അപ്പോഴും ഓർത്തോയിലുള്ളവരെ ആദ്യം എഴുതി ബാക്കി കമ്പയർ ചെയ്യുക. ഓർത്തോ എഫക്റ്റ് ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാരാ പൊസിഷനിലേക്ക് വരുമ്പോൾ ഓക്സിജന് മേലെ റെസൊണൻസ് ഉള്ളത് കൊണ്ട് -I ഉണ്ടെങ്കിലും റെസൊണൻസ് ഡോമിനേറ്റ് ചെയ്ത് അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നാൽ മെറ്റാ പൊസിഷനിൽ റെസൊണൻസ് ഇല്ല, -I മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളിവിടെ പാരാ OHും മെറ്റാ OHും കമ്പയർ ചെയ്യുമ്പോൾ മെറ്റയിലുള്ള OH ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുകയും
പാരയിലുള്ള OH ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ബെൻസോയിക് ആസിഡിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതിനെ റെപ്രസെന്റ് ചെയ്യുക, അതിനുശേഷം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളതിനെ പറയാം. ഇങ്ങനെ നമുക്ക് ബെൻസോയിക് ആസിഡുകളുടെ എല്ലാ ഡെറിവേറ്റീവ്സും പറയാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് COOHന്റെ എല്ലാ വെറൈറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി ആരോമാറ്റിക് ആസിഡുകളെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫീനോളിക് സിസ്റ്റം ആണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. ഫീനോളിക് സിസ്റ്റം നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇവിടെ ഓർത്തോ എഫക്റ്റ് നമുക്ക് പറയേണ്ടതില്ല, കാരണം COOH പോലെ വലിയ ഗ്രൂപ്പ് അല്ല OH. ജനറലി നിങ്ങൾക്ക് പറയാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ആസിഡിക് ദാൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് തന്നെ ആരാണ് വിഡ്രോയിങ് ഗ്രൂപ്പ് ആവാന്ന് ചോദിച്ചാൽ -I -R ഉള്ളവരാണ് ഏറ്റവും സ്ട്രോങ് ആവുക. അത് കഴിഞ്ഞാണ് നമ്മുടെ ഹാലോജൻസ് വരുള്ളൂ. ഹാലോജൻസിന്റെ ഇൻഡക്റ്റീവ് എഫക്റ്റ് അത് കഴിഞ്ഞാണ് നമുക്ക് വരിക. -I +R വരുന്നവര്, അത് കഴിഞ്ഞാണ് +I +R വരുന്ന ആൾക്കാർ നമുക്ക് വരിക. സോ ഈ അടിസ്ഥാനത്തിൽ ഏതൊരാളുടെയും നമുക്ക് കമ്പയർ ചെയ്യാം. സോ ദീസ് ആർ ദി 4 ഡെറിവേറ്റീവ്സ് ഓഫ് ഫിനോൾ ദാറ്റ് യു ഷുഡ് സ്റ്റഡി ഫോർ യുവർ എൻട്രൻസ് എക്സാമിനേഷൻ. അതിലേറ്റവും ആദ്യത്തെ ആളെ നമുക്ക് കൺസിഡർ ചെയ്യാം. നൈട്രോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിസ്റ്റം ആണ്. നൈട്രോ നമുക്ക് പാരയിൽ വന്നു കഴിഞ്ഞാൽ പാരയിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നൈട്രോയുടെ കേസിൽ -I ഉണ്ട് -R ഉണ്ട്. -R പ്രകാരം ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. ഓർത്തോയിൽ വരുമ്പോഴും -I -R നമുക്ക് കാണാൻ പറ്റും. ഇത് ഭയങ്കര വിഡ്രോയിങ് ആയിരിക്കും, സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിരിക്കും. ഇനി മെറ്റയിലാണെങ്കിൽ -I മാത്രമേ ഉള്ളൂ, ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. സോ ഇലക്ട്രോൺ വിഡ്രോയിങ് വന്നിരിക്കുന്നവരെ ഫീനോളിനേക്കാളും നേരത്തെ നമ്മൾ എഴുതി. അതിന് തന്നെ സ്ട്രോങ് വിഡ്രോയിങ് വരുന്ന ഓർത്തോ ആയിരുന്നു നമ്മൾ വരേണ്ടത്. കാരണം ഇൻഡക്റ്റീവ് എഫക്റ്റ് നമുക്ക് ഓർത്തോയിൽ കുറച്ചുകൂടി ഡോമിനേറ്റ് ചെയ്യും ഡിസ്റ്റൻസ് പ്രകാരം. പക്ഷെ നമുക്കിവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് വെൻ യു കൺസിഡർ ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ. ഓർത്തോ നൈട്രോഫീനോളിൽ നമുക്ക് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ലോവർ അസിഡിറ്റി ദാൻ പാരാ. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ചെറുതായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ആയതുകൊണ്ട് അതിന് ചെറിയൊരു റിലക്റ്റൻസ് ഉണ്ട് H+ കൊടുക്കാൻ വേണ്ടി. അപ്പൊ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ പാരയാണ് കൂടുതൽ വന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഓർത്തോ നമുക്ക് മാക്സിമം വിഡ്രോയിങ് ആയിട്ട് വന്നേനെ. സോ എനിവേ നമുക്ക് പാര ആദ്യം നമ്മൾ പറഞ്ഞു, പിന്നെ ഓർത്തോ, പിന്നെ മെറ്റ, ഇതിലെല്ലാം വിഡ്രോയിങ് ആണ്. ദെൻ ഫിനോൾ. രണ്ടാമത്തെ കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് CH3 ആണ്. CH3 നിങ്ങളിപ്പം പാരയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് +I ഉണ്ടാവും, ഹൈപ്പർ കോൺജുഗേഷൻ പ്രകാരമുള്ള ഡൊണേഷനും ഉണ്ടാവും. ഓർത്തോയിലാണെങ്കിൽ +I ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ പ്രകാരമുള്ള ഡൊണേഷനും ഉണ്ട്. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ പാരയിലും ഓർത്തോയിലും നിങ്ങൾക്ക് ഒരുപോലെ കിട്ടി. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഓർത്തോയിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് സ്ട്രോങ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കും. പാരയിലുള്ളതും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. ഇനി മെറ്റയിലേക്ക് വരുമ്പോൾ +I മാത്രമേ ഉള്ളൂ, അവിടെ ഹൈപ്പർ കോൺജുഗേഷനോ റെസൊണൻസോ കാണിക്കാൻ കഴിയില്ല. അപ്പൊ അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് തന്നെ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളാണ് 3 പേരും, അതുകൊണ്ട് ഫീനോൾ ആണ് മോർ ആസിഡിക്. ഇനി അതിനെ തന്നെ സ്ട്രോങ് ഡൊണേറ്റിംഗ് ആയിരിക്കുന്നതിനെ ലാസ്റ്റ് വെക്കുക, റെസൊണൻസ് ഡൊണേഷൻ ഉള്ളതിനെ പിന്നീട് വെച്ചു, ഇൻഡക്റ്റീവ് പ്രകാരമുള്ള ഡൊണേഷൻ കുറച്ച് കുറവായിരിക്കും. അങ്ങനെ നമുക്ക് ഇതിന്റെ ഓർഡർ എഴുതാൻ പറ്റി. OCH3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സിസ്റ്റംസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുക, ആദ്യം ഓരോന്നും ചെക്ക് ചെയ്യണം. മെറ്റാ പൊസിഷനിലാണെങ്കിൽ റെസൊണൻസ് ഇല്ല, -I മാത്രമേ ഉള്ളൂ. -I എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ട് അത് മാറി. പാരാ പൊസിഷനിലും ഓർത്തോ പൊസിഷനിലും -I റെസൊണൻസും ഉണ്ട്. അപ്പൊ റെസൊണൻസ് ഡോമിനേറ്റ് ചെയ്യുകയും അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ട് മാറുന്നു. -I ഉണ്ട്, റെസൊണൻസും ഉണ്ട്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകളെ ഫീനോൾ കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യുകയും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതിനെ ഫീനോളിനേക്കാൾ മുന്നേ വെക്കുകയും ചെയ്യണം. ഈ 2 ഇലക്ട്രോൺ അങ്ങനെയാണ് നമുക്ക് മെറ്റ ആദ്യം വന്നത്, പിന്നെ ഫീനോൾ വന്നു. ഈ 2 ആൾക്കാരെ കൺസിഡർ ചെയ്യുമ്പോൾ 2 പേരും ഡൊണേറ്റിംഗ് ആണ്. പക്ഷേ അത്യാവശ്യം കുറച്ചെങ്കിലും വിഡ്രോയിങ് എഫക്റ്റ് നിങ്ങൾക്ക് ഇൻഡക്റ്റീവ് -I കാണാൻ വേണ്ടി പറ്റുന്നത് ഓർത്തോയിലാണ്. അപ്പൊ കുറച്ചെങ്കിലും വലിച്ച അതിന്റെ ഡൊണേഷൻ എബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. സോ അങ്ങനെയാണ് നമ്മൾ ഓർത്ത് എഴുതിയത്. ആൻഡ് ലാസ്റ്റ് വൺ, ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഫീനോളിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ ഫീനോളിലും ക്ലോറിൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് -I ഉണ്ട്, +R ഉണ്ട്, പക്ഷെ റെസൊണൻസിന് അതിന് തീരെ റെലവൻസ് ഇല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ തൽക്കാലം റെസൊണൻസിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ നമുക്കത് പറയാം. ഇൻഡക്റ്റീവ് എഫക്റ്റിനെ മാത്രം നോക്കി നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ലോറിൻ എല്ലാത്തിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഫീനോളിനേക്കാളും കൂടുതലാണ്.
ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന ഓർത്തോ, മെറ്റാ, പാര. ഇതായിരിക്കും ക്ലോറിന്റെ കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ. അസിഡിക് ക്യാരക്ടേഴ്സിന്റെ ഒരു ഐഡിയ കിട്ടിയ ബേസിക് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് കൂടി കണ്ടിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലുസ്ട്രേഷൻ ചെയ്യാം. സോ ബേസിക് സ്ട്രെങ്ത്തിൽ അസിഡിക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ബേസിക് സ്ട്രെങ്ത് പറയേണ്ടത്. ബട്ട് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിലെ ബേസിക് ക്യാരക്ടേഴ്സ് എപ്പോഴും അനലൈസ് ചെയ്യാൻ അമീൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആയിരിക്കും നമുക്ക് ചോദിക്കുക. എന്താണ് ബേസസ്? ബേസസ് എന്ന് പറയുന്നത് ഒരു ലോൺ പേയേഴ്സിനെ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർ H+ വാങ്ങാൻ കഴിയുന്ന ആൾക്കാരാണ്. സോ ഇഫ് യു കൺസിഡർ RNH2, ലോൺ പേയേഴ്സ് ഉണ്ട്, അതിനൊരു H+ വാങ്ങി അതിന് RNH3+ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവരെയാണ് നമ്മൾ ബേസസ് എന്ന് വിളിക്കുക. അപ്പം ഞാൻ അനിലിന്റെ കേസിൽ അല്ലെങ്കിൽ അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ അമീൻസ് എന്ന ചാപ്റ്ററിൽ NCERT കൊടുത്തിരിക്കുന്ന ഓർഡർ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ കാർബോക്സിലിക് ആസിഡിന്റെ ഒരു ഓർഡർ കണ്ടതുപോലെ നമ്മൾ പ്രധാനമായി നോക്കേണ്ട ഓർഡർ ആണ് അമീൻസിന്റെ കേസിൽ. ബിക്കോസ് ആസ് യു നോ, കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ, ലെറ്റ് മീ റൈറ്റ് ദാറ്റ് ഓൾസോ, നമ്മൾ അസിഡിക് ക്യാരക്ടേഴ്സിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ഡൊണേഷനെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ സപ്പോർട്ട് ചെയ്താൽ ബേസിക് ക്യാരക്ടർ കൂടും. സോ നേരത്തേതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് ബേസിക് ക്യാരക്ടർ ആൻഡ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡിക്രീസസ് ബേസിക് ക്യാരക്ടർ എന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് അമോണിയ സിസ്റ്റംസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അമോണിയ ഉണ്ട് ആൻഡ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീനുകളുണ്ട്. ടെർഷ്യറി അമീനെ ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. സി, ദിസ് ഈസ് R3N, then you have R2NH and you have RNH2, then you have NH3. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ +I ഗ്രൂപ്പുകൾ നമുക്ക് കൂടുതൽ വന്നാൽ, കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഡൊണേഷൻ ഉണ്ടാവണം. അങ്ങനെ സംഭവിച്ചാൽ ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി അമോണിയ എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ട ഓർഡർ. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി റെപ്രസെൻറ്റഡ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ്. അതിൽ വാട്ടർ ഇല്ല. വാട്ടറിന്റെ പ്രസൻസിലാണെങ്കിൽ, അക്വസ് ഫേസിലാണെങ്കിൽ ദർ ആർ ചേഞ്ചസ്. കാരണം അക്വസ് ഫേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഇൻഡക്റ്റീവ് എഫക്റ്റ് പ്രകാരമുള്ള ഡൊണേഷൻ മാത്രം നോക്കിയാൽ പോരാ, അവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് ആസ് വെൽ ആസ് വെള്ളത്തിന്റെ കൂടെയുള്ള സോൾവേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എഫക്റ്റ് കൂടി പറയണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കയ്യിൽ അമോണിയയിൽ 3 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് തന്നെ ഇനി അത് H+ എടുത്ത് NH4+ ആകുമ്പോഴേക്ക് വാട്ടറുമായിട്ട് അവർക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ സാധിക്കും. So if you count the number of hydrogen bonding always increases their stability. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് മാത്രം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമോണിയ ആയിരിക്കണം കൂടുതലായിട്ട് ബേസിക് ക്യാരക്ടർ ആയിട്ട് തോന്നേണ്ടത്, വിച്ച് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് കേസ്. സോ എക്കോ സൊല്യൂഷനിൽ നമുക്ക് ഈ 3 എഫക്റ്റുകളും പരിഗണിച്ച് ഓവറോൾ ഓർഡേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് 2, 1, 3. അമോണിയ എല്ലാത്തിലും ലാസ്റ്റ് തന്നെയാണ്. സെക്കൻഡറി, പ്രൈമറി, ടെർഷ്യറി വെൻ ഇറ്റ് ഈസ് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എനി അതർ ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ 2, 3, 1. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് ദാറ്റ് ഈസ് എക്സെപ്ഷണൽ ഓർഡർ. അത് പഠിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം സാധാരണ രീതിയിൽ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ദാൻ NH3 ആണെങ്കിൽ മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസിൽ സെക്കൻഡറി, പ്രൈമറി, ടെർഷ്യറി ദെൻ അമോണിയ. ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡിൽ നമുക്ക് സെക്കൻഡറി, ടെർഷ്യറി, പ്രൈമറി ആൻഡ് ദെൻ അമോണിയ എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇതിൻ്റെ ഓർഡേഴ്സ് നിങ്ങൾക്ക് എൻട്രൻസ് ക്വസ്റ്റ്യൻസിൽ റെഗുലറായിട്ട് കാണാൻ പറ്റുന്നതാണ്. നിർബന്ധമായി നമുക്കറിയണം. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ നമുക്ക് തന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. ബട്ട് യു ഷുഡ് ഓൾസോ റിമെമ്പർ, ഞാൻ അമീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എടുക്കുന്നത്, ഫോർ എക്സാമ്പിൾ ലെറ്റ് us കൺസിഡർ ദിസ് RCH2 CH2NH2 and you have RCH2 CH double bond NH. ഓക്കെ, ഈ 2 ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ 2 പേരിൽ ആരായിരിക്കും കൂടുതൽ ബേസിക് ആവാൻ ചോദിച്ചാൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ബേസസ്. 2 പേരിലും ലോൺ പെയർസ് ഉണ്ട്. ബട്ട് ദി ഡിഫറൻസ് ഈസ് ഇവിടെ സിംഗിൾ ബോണ്ടഡ് നൈട്രജൻ ആണ്, വിച്ച് ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് നൈട്രജൻ. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് sp2 ഹൈബ്രിഡൈസ്ഡ് നൈട്രജൻ ആണ്, കാരണം അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഓൾവേസ് ഇമ്പാർട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി, റൈറ്റ്? എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ കാർബണിന്റെ കേസിലാണെങ്കിലും സിംഗിൾ ബോണ്ടഡ് കാർബൺ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഡബിൾ ബോണ്ടഡ് കാർബൺ ദാൻ ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ. ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. സോ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഓർ ഡബിൾ ട്രിപ്പിൾ ബോണ്ട് ക്യാരക്ടർ ഓൾവേസ് ഇമ്പാർട്ട്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി, which makes them electron withdrawing.
അപ്പോൾ എനിക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എപ്പോഴും കൂടുതൽ ആർക്കായിരിക്കും? sp3 ഹൈബ്രിഡൈസ്ഡിന് മേലെയുള്ള കേസാണ് നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി കമ്പയർ ചെയ്യാൻ പോകുന്ന മറ്റൊരാൾ RCH, ഡബിൾ ബോണ്ട് CH NH2 ആണെന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് നൈട്രജന് മേലെയുണ്ട്. നൗ യു ജസ്റ്റ് കമ്പയർ ദീസ് ടു. ഇവിടെ നൈട്രജന് മേലെയുള്ളത് നിങ്ങൾക്ക് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ sp2 ഹൈബ്രിഡൈസ്ഡിനേക്കാളും നല്ലതാണ് sp3, അവർക്ക് നന്നായിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞെഴുതിയാൽ അത് തെറ്റി. ബിക്കോസ് യു കൺസിഡർ ദി അതർ സിനാരിയോ ആസ് വെൽ. ദർ ഈസ് കോൺജുഗേഷൻ. കോൺജുഗേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ലോൺ പെയേഴ്സ് ഇറ്റ് ഈസ് ബിസി ഇൻ കോൺജുഗേറ്റിംഗ് വിത്ത് ദി ഡബിൾ ബോണ്ട് സിസ്റ്റം വിച്ച് ഈസ് വെരി നിയർ ടു ദി നൈട്രജൻ. അപ്പോൾ ഇവിടെ sp3യിലുള്ളത് ഡീലോക്കലൈസ്ഡ് ലോൺ പെയർ ആണ്. ഇറ്റ് ഈസ് നോട്ട് റെഡിലി അവൈലബിൾ. എന്നാൽ ഇത് ലോക്കലൈസ്ഡ് ആണ്. ഇത് വേറെ ആർക്കും കൊടുക്കുന്നില്ല. നൈട്രജന്റെ മണ്ടയിൽ തന്നെ ആ ലോൺ പെയർസ് ഇരിക്കുന്നുണ്ട്. ഇവിടെയും നൈട്രജന്റെ മേലെ തന്നെ ആ ലോൺ പെയർസ് ഉണ്ട്. സോ ദീസ് ആർ ലോക്കലൈസ്ഡ് ലോൺ പെയർസ്. whereas the third one it is delocalized lone pairs. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലോക്കലൈസ്ഡ് ലോൺ പെയർസ് ആണ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുക. ഡീലോക്കലൈസ്ഡ് ബിസി ആണ് റെസിഡൻസിൽ. സോ അങ്ങനെ ഒരു കേസ് നമുക്ക് തരുന്ന ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആൻഡ് ഓൾസോ ഇനി എല്ലാ ആൾക്കാരെയും ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തരികയാണ്. CH3 CH2 CH2 NH2 എല്ലാവരും ലോക്കലൈസ്ഡ് നമുക്ക് എടുക്കാം. Then you have CH2 double bond CH, CH2 NH2, and you also have CH triple bond C, CH2 NH2. ഈ എല്ലാത്തിൻ്റെ മേലെ നിങ്ങൾക്ക് ലോൺ പെയർസ് കാണാം. സോ ദേ ആർ ബേസസ് ഓഫ് കോഴ്സ്. പക്ഷേ നേരത്തെ പോലെ നമുക്ക് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കോൺജുഗേഷൻ ആവണമെങ്കിൽ നൈട്രജന് മേലെ ഡബിൾ ബോണ്ട് വന്നാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൽ പൈ ബോണ്ട് ഉണ്ടാവണം. അപ്പോൾ തൊട്ടടുത്തുള്ള കാർബണിൽ പൈ ബോണ്ട് ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ കോൺജുഗേഷൻ ഒന്നും പോസിബിൾ അല്ല. നൗ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇത് സിംഗിൾ ബോണ്ടഡ് സിസ്റ്റം ആണ്, ഇത് ഡബിൾ ബോണ്ടഡ് ആണ്. ഡബിൾ ബോണ്ടഡ് ഈസ് ഇലക്ട്രോനെഗറ്റീവ്, ദെൻ ഇറ്റ് ബിക്കംസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ട്രിപ്പിൾ ബോണ്ടഡ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആവും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡിക്രീസസ് ബേസിക് ക്യാരക്ടർ. സോ ദാറ്റ് ഈസ് ദി ഐഡിയ. ക്ലിയർ? ആൻഡ് ഓൾസോ വൺ മോർ തിങ്, നമുക്ക് സൈക്ലിക് കോമ്പൗണ്ടുകളൊക്കെ തന്നിട്ട് അവിടെ നൈട്രജന്റെ ലോൺ പെയർസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സൈക്ലിക് അല്ലാത്ത ട്രൈ ഈഥൈൽ സിസ്റ്റം നിങ്ങൾക്ക് തന്നു. ഇതിലേതാണ് നന്നായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏതാണ് സ്റ്റെറിക്കലി കൂടുതൽ ഫേവർ ചെയ്യുക എന്നുള്ളത് നോക്കണം. ഈ കേസിൽ ഇത് വളരെ ഫ്രീ ആണ്. സോ ദർ ആർ വൈബ്രേഷൻസ് വിൽ ബി ഹാപ്പനിങ്. അങ്ങനെ വൈബ്രേഷൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ലോൺ പെയർസിന് റെഡിലി കൊടുക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഈ ലോൺ പെയർസിന് നമുക്ക് പെട്ടെന്ന് കൊടുക്കാം. ബിക്കോസ് ബാക്കി ബോണ്ടുകളെയൊക്കെ നമ്മൾ കൂട്ടി പിടിച്ച് വെച്ചിട്ടുണ്ട്. ദർ നോട്ട് വൈബ്രേറ്റിംഗ്, റൈറ്റ്? മറ്റേതിൻ്റെ അത്രയും റാൻഡം ആയിട്ട് അത് വൈബ്രേഷൻസ് ചെയ്യില്ല. സോ ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് മുടി നമ്മൾ അഴിച്ചിടുക ആൻഡ് മുടിയെല്ലാം കൂടി കെട്ടിവെക്കുക. മുടിയെല്ലാം കൂടി കെട്ടിവെക്കുമ്പോഴേക്ക് നമുക്ക് ഒതുക്കം കിട്ടി. സോ സ്റ്റെറിക്കലി വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല. H+ പെട്ടെന്ന് എടുക്കാം. എന്നാൽ ഇവിടെ H+ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് ഓഫ് സ്റ്റെറിക് ഫാക്ടേഴ്സ് അതിങ്ങനെ റാൻഡമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. സോ ഇതായിരിക്കും ബേസിക് ക്യാരക്ടേഴ്സ് കൂടുതലായിട്ട് വരാം. ഇത്രയും ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാവാം. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ബെൻസോയിക് ആസിഡും ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡും വരുമ്പോൾ ഓർത്തോ എഫക്റ്റ് കാരണം ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡിന്റെ അസിഡിക് ക്യാരക്ടർ കൂടി. അനിലിന്റെ കേസിൽ ഓർത്തോയിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നു കഴിഞ്ഞാൽ ഓർത്തോ എഫക്റ്റ് കാരണം നിങ്ങൾക്ക് ബേസിക് ക്യാരക്ടർ കുറയാണ് ചെയ്യുക. ബിക്കോസ് H+ അതിനെ വാങ്ങാൻ ഉള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക. ഇവർക്ക് H+ കൂടി വാങ്ങുമ്പോഴേക്ക് സ്റ്റെറിക്കലി ഒരു ഹിൻഡ്രൻസ് വരുന്നതുകൊണ്ട് H+ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ H+ പെട്ടെന്ന് കൊടുക്കുക ചെയ്തത്, ഇവിടെ H+ പെട്ടെന്ന് വാങ്ങാൻ പറ്റില്ല. സോ ഓർത്തോ എഫക്റ്റ് ഡിക്രീസസ് ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻസ്. സോ നിങ്ങൾക്ക് തന്നത് നൈട്രോ വരുന്ന ആൾക്കാരുടെ കേസസ് നോക്കുക. ഈ എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് NO2 -I ഗ്രൂപ്പാണ്. ഇവരെല്ലാം -I ഗ്രൂപ്പുകളാണെന്നറിയാം. ഓർത്തോ എഫക്റ്റ് ഉള്ളതിന് ഏറ്റവും ലാസ്റ്റ് വെച്ചു. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഡിക്രീസസ് ദി എഫക്റ്റ് എന്നറിയാം. റെസൊണൻസ് പ്രകാരം ഉള്ള ആൾക്കാർ കുറച്ചുകൂടി സ്ട്രോങ് വിഡ്രോയിങ് ആണ്, അതിനെ പിന്നെ എഴുതണം. മെറ്റയിലാണെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ഹൗ യു റൈറ്റ് ഇറ്റ്. ഇനി ഇതേപോലെ മറ്റൊരു കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, അനിലിന് തന്നെ റെസൊണൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇവിടെ ലോൺ പെയർസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് റെഡിലി അവൈലബിൾ ഒന്നും അല്ല ബിക്കോസ് ഓഫ് റെസൊണൻസ്. ഇനി ഈ ബെൻസീൻ റിംഗ് 2 ഉണ്ടെന്ന് വിചാരിക്കൂ.
സോ ദർ ഈസ് ക്രോസ് കോൺജുഗേഷൻ. അത് തീരെ അവൈലബിൾ അല്ല. അപ്പുറത്തും ഇപ്പുറത്തേക്കും നമുക്ക് റെസൊണൻസ് ചെയ്യണം. അതുകൊണ്ട് ബേസിക് ക്യാരക്ടർ നോക്കിയാൽ കൂടുതൽ ഡൊണേറ്റ് ചെയ്യാൻ അവൈലബിൾ ആയിരിക്കുന്നത് ആദ്യത്തെ കേസാണ്. ഇനി 3 ബെൻസീൻ റിങ് നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വന്നാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ ആ കേസ് കൂടി നമ്മൾ ഇതിൽ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. സോ ദിസ് ഈസ് എ ജനറൽ ഐഡിയ അബൌട്ട് ദി കമ്പാരിസൺ ഓഫ് ദി ബേസിക് സ്ട്രെങ്ത്. വിൽ സീ ഫ്യൂ ക്വസ്റ്റ്യൻസ്. Among the following compounds the most acidic is? നമുക്ക് തന്നിരിക്കുന്ന ആൾക്കാരെ ഓരോരുത്തരെ നോക്കുക. പാര, നൈട്രോ, ഫീനോൾ നമ്മുടെ കയ്യിലുണ്ട്. ഫീനോളിന്റെ പാര പൊസിഷനിൽ NO2. പാര ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് COOHന്റെ പാര പൊസിഷനിൽ ഹൈഡ്രോക്സി ഗ്രൂപ്പ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ഓർത്തോയിൽ OH. ആൻഡ് പാര ടൊളുയിക് ആസിഡ്. സോ ബെൻസോയിക് ആസിഡിൽ ടൊളൈൽ ഗ്രൂപ്പ് കൊടുക്കുക, CH3 പാരയിൽ കൊടുക്കുക. ഈ 4 ആൾക്കാരാണ്. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദ്യം നിങ്ങൾ ഫങ്ഷനാലിറ്റി ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് COHും OHും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫീനോളും ബെൻസോയിക് ആസിഡും വന്നു കഴിഞ്ഞാൽ COH ആണ് മോർ അസിഡിക്. സോ ഏറ്റവും കൂടുതൽ അസിഡിക് ആയിരിക്കുന്നവരെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫീനോളിക് സിസ്റ്റത്തിനെ ക്യാൻസൽ ചെയ്യാം. അപ്പം ബാക്കിയുള്ളവരെ നമ്മൾ എടുത്തു. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, COH വിൽ ബി മോർ അസിഡിക്. അതിനേക്കാൾ അസിഡിക് ആവുന്നത് പിക്രിക് ആസിഡ് മാത്രമാണ്. എനിവേ ഇവിടെ നമുക്ക് ഈ 3 പേരിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് ചെക്ക് ചെയ്യണം. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ COHന്റെ ഓർത്തോ പൊസിഷനിൽ ഓർത്തോ എഫക്റ്റ് നമുക്ക് വരും. ഓർത്തോ എഫക്റ്റ് ഓൾവേസ് ഇൻക്രീസസ് ദെയർ അസിഡിക് ക്യാരക്ടർ. ദെർഫോർ യുവർ ആൻസർ ഷുഡ് ബി C. ബാക്കിയുള്ള 2 കേസിൽ നിങ്ങൾക്ക് പാരയിലാണ് വന്നിരിക്കുന്നത്. പാരയിൽ ഈ 2 ആൾക്കാരും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഓർത്തോയിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിലും ഓർത്തോ എഫക്റ്റ് ഓൾവേസ് ഇൻക്രീസസ് അസിഡിക് ക്യാരക്ടർ. ദെർഫോർ യുവർ ആൻസർ ഈസ് ദിസ്. സീ ദ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആസിഡ്സ് ഹാസ് ദി സ്മോളസ്റ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്? അപ്പോൾ ഇവിടെ അസിഡിക് ക്യാരക്ടർ എന്ന് പറയാതെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. KA അസിഡിക് ക്യാരക്ടറും ഒരേ ഓർഡർ ആയിരിക്കും നമുക്ക് വരിക. സോ അസിഡിക് ക്യാരക്ടർ ചെക്ക് ചെയ്യാൻ ആദ്യം ഫങ്ഷനാലിറ്റി നോക്കി, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് എങ്കിൽ നമുക്ക് ഇവിടെ വേറെ രീതിയിലുള്ള റെസൊണൻസ് ഒന്നും നമുക്ക് കാണിക്കാനില്ല, എല്ലാത്തിനും ഒരേപോലെയാണ്. നൗ യു ക്യാൻ ഗോ ഫോർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൽ തന്നെ DNP ഓർഡർ വെച്ച് നമ്മളത് കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഡിസ്റ്റൻസിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഏറ്റവും അടുത്ത് വരണം. അങ്ങനെ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്കിത് ഒന്നാമത്തെ കേസിൽ ഏറ്റവും അടുത്ത് നമുക്ക് വന്നിരിക്കുന്നു, രണ്ടാമത്തെ കേസിൽ ദൂരെയാണ്, മൂന്നാമത്തെ കേസിൽ ദൂരെയാണ്, നാലാമത്തതിൽ അടുത്താണ്. സോ എയിലും ഡിയിലും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൽ ബിയിലും സിയിലും ഉള്ളതിനേക്കാളും അടുത്താണ്. സോ അസിഡിക് ക്യാരക്ടർ എയിലും ഡിയിലും കൂടുതലായിരിക്കും. ഇനി നമുക്ക് നമ്പർ നോക്കാം. നമ്പർ നോക്കുമ്പോൾ ഒരേ ഡിസ്റ്റൻസിലാണ് വരുന്നതെങ്കിൽ നമ്പർ നോക്കണം. എയിലും ഡിയിലും ഒരേ നമ്പർ അല്ലേ, അപ്പം നമ്പർ സെയിം ആണ്, നമുക്കത് മാറ്റാനില്ല. ഇനി പവർ നോക്കാം. പവർ വെച്ച് നോക്കിയാൽ എയിലും ഡിയിലും ഫ്ലൂറിനും ബ്രോമിനും എടുത്താൽ ഫ്ലൂറിനാണ് കൂടുതൽ. സിമിലർലി ബിയിലും സിയിലും നിങ്ങൾക്ക് ഫ്ലൂറിനും ബ്രോമിനും വരുമ്പോൾ ഫ്ലൂറിനാണ് കൂടുതൽ. ശരിയല്ലേ? സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അസിഡിക് ക്യാരക്ടറിന്റെ ഓർഡർ. അസിഡിക് ക്യാരക്ടറിന്റെ അതേ ഓർഡർ ആണ് KAയുടെ ഓർഡർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് KA ആണോ? അല്ല. സ്മോളസ്റ്റ് ഡിസോസിയേഷൻ വാല്യൂ കിട്ടണമെങ്കിൽ അസിഡിക് ക്യാരക്ടർ ഏറ്റവും കുറവുള്ളയാളെ നമ്മൾ ചൂസ് ചെയ്യണം. ഹെൻസ് യു ഗെറ്റ് ഓപ്ഷൻ C. So another question, find the order of reactivity labeled hydrogen with NaNH2. അപ്പോൾ നമ്മുടെ കയ്യിൽ NaNH2 ഉണ്ട്, ഓർ വിച്ച് ഈസ് NH2 മൈനസ്. NH2 മൈനസ് H+നെ എടുക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും അസിഡിക് ആയിരിക്കുന്ന H+ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. നമ്മുടെ കയ്യിൽ 1, 2, 3 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്, ഒന്നാമത്തെ ആള് നമ്മുടെ അസറ്റിലീൻ സിസ്റ്റമാണ്, അതിന്റെ അസിഡിക് ക്യാരക്ടർ കുറവാണ്. പിന്നെയുള്ളത് ആൽക്കഹോൾ സിസ്റ്റവും മറ്റേത് ഫീനോളിക് സിസ്റ്റവും ആണ്. സോ അസിഡിക് ക്യാരക്ടേഴ്സിന്റെ ഓർഡർ ഡിഫറെന്റ് ഫംഗ്ഷനാലിറ്റി ആണെങ്കിൽ ഫീനോളിനാണ് കൂടുതൽ ആൽക്കഹോളിനേക്കാളും. അത് കഴിഞ്ഞാണ് നമ്മുടെ CH ട്രിപ്പിൾ ബോണ്ട് CH സിസ്റ്റം വരേണ്ടത്. അസിഡിക് ക്യാരക്ടറിന്റെ ഓർഡറിനനുസരിച്ചല്ലേ റിയാക്ടിവിറ്റി ഉണ്ടാവുക. സോ ഫീനോളിക് സിസ്റ്റത്തിനെ നമ്മൾ 3 എന്നാണ് മാർക്ക് ചെയ്തത്, ആൽക്കഹോൾ 2 ആണ്. 3, 2, 1 എന്ന ആൻസർ ആയിരിക്കണം നമ്മൾ അതിൽ മാർക്ക് ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് വെരി ഈസി. റെഡി? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദി KA വാല്യൂ ഫോർ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും KA നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. KAയുടെ കേസ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അസിഡിക് ക്യാരക്ടറിന്റെ അതേ ഓർഡർ എഴുതിയാൽ മതിയല്ലോ. അസിഡിക് ക്യാരക്ടർ നോക്കാൻ എല്ലാവരും ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സിൽ ഓർത്തോ എഫക്റ്റ് ഉണ്ട്, എല്ലാത്തിലും ഓർത്തോ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഓർത്തോ എഫക്റ്റിനെ പറ്റി നമ്മൾ ഇത് ബോധേഡ് ആവേണ്ട കാര്യമില്ല. നൗ വാട്ട് ഈസ് യുവർ ഐഡിയ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് അസിഡിക് ക്യാരക്ടർ. അപ്പോൾ തന്നിരിക്കുന്നതിൽ NO2, ബ്രോമിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ, OCH3.
NO2ന്റെ കേസിൽ നിങ്ങൾക്ക് -i-യും -r-ഉം ഉണ്ട്, സ്ട്രോങ് വിഡ്രോയിങ് ആണ്. ബ്രോമിന്റെ കേസിൽ നിങ്ങൾക്ക് -i-യും +r-ഉം ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ് ഡോമിനേറ്റ് ചെയ്യുക, വിഡ്രോയിങ് ആണ്. ക്ലോറിന്റെ കേസിൽ -i-യും +r-ഉം ഉണ്ട്. ഫ്ലൂറിന്റെ കേസിലും -i-യും +r-ഉം ഉണ്ട്. ഈ ഹാലജൻസ് ഒക്കെ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ് ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഓർമ്മിക്കുക. ഇവിടെ നിങ്ങൾക്ക് -i-യും +r-ഉം ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, OCH3 വരുന്നയാള് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം അത് ഓർത്തോ പൊസിഷനിലാണ്. ഹാലജൻസ് ഓർത്തോ പൊസിഷനിലും പാരയിലും മെറ്റയിലൊക്കെ വന്ന ഹാലജൻസിന് എപ്പോഴും ഇലക്ട്രോൺ വിഡ്രോയിങ് എബിലിറ്റിയാണ്. അപ്പോൾ ഇവരെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളുടെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. ഏറ്റവും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നിരിക്കുന്നത് 1-ലല്ലേ. അപ്പോൾ ഹയസ്റ്റ് 1 എന്ന് വന്ന ഒറ്റ ഓപ്ഷനെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുള്ളൂ. 1 കഴിഞ്ഞ് നമുക്കതിൻ്റെ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ എബിലിറ്റി അനുസരിച്ച് പറയാം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റെസനൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലൂറിൻ്റെ റെസനൻസ് കുറച്ചുകൂടി കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ റെസൊണൻസ് ഏറ്റവും കുറവ് വരുന്ന ആളായിരിക്കും വിഡ്രോയിങ് ഗ്രൂപ്പിൽ ഏറ്റവും മുമ്പിൽ നമുക്ക് വരിക. ഇവിടെ 1 എന്നുള്ളത് കിട്ടുമ്പോൾ തന്നെ ആൻസർ ആയി കഴിഞ്ഞു. 1, 2, 3, 4, 5 ഏറ്റവും ലാസ്റ്റേ നമുക്ക് വരേണ്ടതുള്ളൂ. അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ആ ഐഡിയ ക്ലിയർ ആണല്ലോ. ഈ 3 ആൾക്കാരുടെ കേസ് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ രീതി ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ -i എഫക്റ്റ് ഫ്ലൂറിനാണ് കൂടുതൽ, ഇലക്ട്രോ നെഗറ്റീവ്. ഇനി +r എഫക്റ്റ് നോക്കുമ്പോഴും ഫ്ലൂറിനാണ് നന്നായിട്ട് ഡൊണേറ്റ് ചെയ്യുക. 2p ഓവർലാപ്പ് എന്നാണ് നമ്മളതിനെ പറയുക. അപ്പോൾ ഫ്ലൂറിനാണ് നന്നായിട്ട് കൊടുക്കുക. സോ റെസനൻസിൽ കൊടുക്കുന്നത് ഏറ്റവും കുറവാരാണോ അവരെ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് കൂടുതലായിട്ട് നമുക്ക് കാണിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഓർഡർ നമ്മൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. സോ another question, the order of Ka of the following acid. ആസിഡ്സിൽ Ka വാല്യൂ വീണ്ടും ആസിഡിക് ക്യാരക്ടർ പറഞ്ഞാൽ മതി. എല്ലാവരും COOH ആണ്. ഇവിടെ നിങ്ങൾക്ക് പാരാ പൊസിഷനിൽ OCH3 ഉണ്ട്. അപ്പോൾ അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. NO2 വിഡ്രോയിങ് ആണ്. സോ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതിനെ ആദ്യം എഴുതുന്നു, ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉള്ളതിനെ ലാസ്റ്റ് എഴുതുന്നു. 1 ഹാസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, 2 ഹാസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. എങ്കിൽ നമുക്ക് 1, 3, 2 എന്ന ആൻസർ ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ സാധിക്കും. റെഡിയാണല്ലോ. ആസിഡിക് ക്യാരക്ടേഴ്സ് തന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. വാട്ട് ഡു യു ഗെറ്റ്? എല്ലാവരും ഫീനോളിക് സിസ്റ്റം ആണ്. നേരത്തെ ബെൻസോയിക് ആസിഡ് ആണ്, എല്ലാവരും ഫീനോളിക് സിസ്റ്റം ആണ്. ഫീനോളിക് സിസ്റ്റത്തിൽ ഓർത്തോ എഫക്റ്റ് ഒന്നും പറയേണ്ട. ഇവിടെ എല്ലാവരും പാരയിലാണ്. പാരയിൽ ഓരോന്നിൻ്റെയും എഫക്റ്റിനെ പറ്റി ഒരു ധാരണ ഉണ്ടായാൽ സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാം. എന്തായിരിക്കും കിട്ടുക? പാരാ പൊസിഷനിൽ നിങ്ങൾക്ക് എല്ലാവരും CH3 പാരയിൽ വരുമ്പോൾ +i ഉണ്ട്, ഹൈപ്പർ കോൺജുഗേഷനും ഉണ്ട്. ഹൈപ്പർ കോൺജുഗേഷൻ ആണ് ഡോമിനേറ്റ് ചെയ്യുക, അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ക്ലോറിൻ വരുമ്പോഴേക്ക് ക്ലോറിനെ -i ഡോമിനേറ്റ് ചെയ്ത് അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. റെസനൻസ് ഉണ്ടെങ്കിലും അത് കുറവാണ്. OCH3 -i ഗ്രൂപ്പ് ആണെങ്കിലും റെസനൻസ് നന്നായി കാണിച്ച് അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. NO2-ൽ -i-യും -r-ഉം ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ആസിഡിക് ക്യാരക്ടർ. സോ വിഡ്രോയിങ് ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വന്നത് NO2S. അത് കഴിഞ്ഞ് നമുക്ക് വന്നത് ക്ലോറിൻ. അപ്പോൾ NO2 ഉള്ളയാളെ ആദ്യം എഴുതി, പിന്നെ ക്ലോറിൻ എഴുതി. ഇനി വിഡ്രോയിങ് നോക്കുമ്പോൾ CH3 +i-യും കാണിക്കും, പ്ലസ് ഹൈപ്പർ കോൺജുഗേഷനും കാണിക്കും. എന്നാൽ OCH3-ൽ കുറച്ച് മൈനസ് ഗ്രൂപ്പ് കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ടിൽ SQ എന്ന് വരുന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. യു ഗെറ്റ് SQPR. അതിൽ തന്നെ SQ കഴിഞ്ഞ് PR എന്നാ നമുക്ക് വരിക. റെസനൻസ് വഴി ഡൊണേഷൻ വളരെ കൂടുതലായതുകൊണ്ടാണ് ഡൊണേഷൻ കൂടുതലുള്ള ആളെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഫീനോൾ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, ഫീനോളിൻ്റെ തന്നെ CH3 സിസ്റ്റംസ് ആണ്. ഫീനോളിന് ഓർത്തോ എഫക്റ്റ് ഒന്നുമില്ല. CH3 നോക്കുക, ഓർത്തോയിലേക്ക് വരുമ്പോൾ +i-യും കാണിക്കും, ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഡൊണേഷൻ കാണിക്കും, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. മെറ്റയിലേക്ക് വരുമ്പോൾ +i മാത്രമേ ഉള്ളൂ, ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കില്ല, അപ്പോഴും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ് +i കാരണം. പാരയിൽ വരുമ്പോഴും +i-യും ഹൈപ്പർ കോൺജുഗേഷനും ഉണ്ട്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ ഏറ്റവും ലാസ്റ്റിൽ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ S ആണ് നമുക്ക് ആദ്യം വരേണ്ടത്. അത് കഴിഞ്ഞ് ഡൊണേഷൻ കുറവ് വരുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ ഒന്നും ഇല്ലാത്ത Qന്റെ കേസിലാണ്. SQ നമുക്ക് വന്നു. SQ വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി വിജിലൻ്റ് ആയി നിങ്ങളത് ചെയ്യണം. R-ഉം P-യും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. P-യുടെ കേസ് നിങ്ങൾക്ക് കിട്ടി, R-ഉം നമ്മുടെ കയ്യിലുണ്ട്.
ആറിന്റെ അപ്പൊ പിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ അടുത്തായതുകൊണ്ട് ഹൈപ്പർ കോൺജുഗേഷൻ രണ്ടിലും കോമൺ ആണ്. ഇനി ഇൻഡക്റ്റീവ് വെച്ച് നിങ്ങൾ അതിനെ കമ്പയർ ചെയ്യണം. ഇൻഡക്റ്റീവ് ആർക്കാ കൂടുതൽ ഡൊണേഷൻ പിക്കാ വന്നത്. സോ പി ഏറ്റവും ലാസ്റ്റ് എഴുതണം. SQRP എന്നുള്ള ആൻസർ ആണ് നമുക്ക് പറയേണ്ടത്. യു ഗെറ്റ് ഓപ്ഷൻ ബി. ഓക്കെ, ഇങ്ങനെ ഫീനോളിക് ഡെറിവേറ്റീവ് സിസ്റ്റത്തിൻ്റെത് നമുക്ക് പറയാൻ എളുപ്പമാണ്. റെഡി? Now let us see this. ബേസിക് ഓർഡർ ആണ് പറയേണ്ടത്. NH2 സിസ്റ്റംസ് ആണ് തന്നിരിക്കുന്നത്. ബേസിക് ഓർഡർ വെരി ഈസി. ഒന്നാമത്തെ എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവര് അനിലിൻ സിസ്റ്റത്തിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പൊ എല്ലാത്തിലും ഉണ്ട്. സോ കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ നമുക്ക് വരുമ്പോൾ ബേസിക് ക്യാരക്ടർ കൂടുക ചെയ്യാം, കൂടുതൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സെഡില് ആസ് ദർ ആർ മോർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ദേ ക്യാൻ ഹെൽപ്പ് ഇൻ ഡൊണേഷൻ ഈസിലി. സോ ZYX എന്നുള്ള ആൻസർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യുവർ ആൻസർ. സോ ദ നെക്സ്റ്റ് വൺ ബേസിക് ഓർഡർ പറയണം. അനിലിൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓർത്തോ പൊസിഷനിലേക്ക് വന്നപ്പോൾ ഓർത്തോ എഫക്റ്റ് കാരണം നമുക്ക് അതിനെ ഏറ്റവും ലാസ്റ്റ് വെക്കാം. ഓർത്തോ എഫക്ട് ഡിക്രീസസ് ബേസിക് ക്യാരക്ടർ ഓർ ഇൻക്രീസസ് ആസിഡിക് ക്യാരക്ടർ, റൈറ്റ്? അപ്പൊ ഞാൻ ക്യൂ ഏറ്റവും ലാസ്റ്റ് വെച്ചു. ബാക്കിയുള്ളതിനെ ചെക്ക് ചെയ്യുക. രണ്ടുപേരും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. പാരയിൽ വരുമ്പോഴേക്ക് മോർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായി. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് കാരണം പാരയിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്. മെറ്റയിൽ +I മാത്രമേ ഉള്ളൂ. സോ എസും ആറും കഴിഞ്ഞാണ് SRPQ എന്ന ആൻസർ നമുക്ക് വരേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് യു ആർ ഗെറ്റിംഗ് ദിസ് ഓപ്ഷൻ. ഓക്കെ, ലെറ്റ് us കൺസിഡർ ദിസ് വൺ. വീണ്ടും അനിലിൻ ഡെറിവേറ്റീവ്സ് തന്ന് നമ്മളോട് ബേസിക് ക്യാരക്ടേഴ്സ് എഴുതാൻ ചോദിച്ചു. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് ആവശ്യമുള്ളത്. എല്ലാവരും പാരാ പൊസിഷനിലാണ്. പാരാ പൊസിഷനിൽ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് വഴി ഇലക്ട്രോണിനെ അവർ ഡൊണേറ്റ് ചെയ്യും. അതിന് ആൽഫ ഹൈഡ്രജൻ വേണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഈ CH3 3 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്. ഇവിടെ 2 ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ട്, അതിന്റെ അളവ് കുറയും. ഇവിടെ 1 ഹൈഡ്രജൻ മാത്രമാണ് കോൺജുഗേഷനിലുള്ളൂ. സോ ഹൈപ്പർ കോൺജുഗേഷൻ 1 ഹൈഡ്രജൻ കാരണമുള്ളതായിരിക്കും. ഇവിടെ നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല. സോ ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഏറ്റവും നന്നായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക കൂടുതൽ ഹൈഡ്രജൻസ് വന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷനിലാണ്. ആൻഡ് ദെൻ PQRS എന്നുള്ള ഓർഡർ നമ്മൾ എടുക്കണം. ഇറ്റ് ഈസ് ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദിയർ എബിലിറ്റി ടു എക്സിബിറ്റ് ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് ദെർബൈ ആക്ട് ആസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. പാരാ പൊസിഷനിലുള്ള എല്ലാവർക്കും ഹൈപ്പർ കോൺജുഗേഷൻ പറ്റണം. ബട്ട് ഹൈപ്പർ കോൺജുഗേഷനിൽ നിങ്ങൾക്ക് ഹൈഡ്രജൻ നിർബന്ധമാണ്. കോൺജുഗേറ്റഡ് പൊസിഷനിൽ ഹൈഡ്രജൻ നിങ്ങൾക്ക് നിർബന്ധമാണ്. ആ ഹൈഡ്രജന്റെ എണ്ണം അനുസരിച്ച് പറയുമ്പോൾ എസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല, ഇൻഡക്റ്റീവ് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും ഇൻഡക്റ്റീവ് ഉണ്ട്. ഇൻഡക്റ്റീവും ഹൈപ്പർ കോൺജുഗേഷനും എടുത്താൽ ഹൈപ്പർ കോൺജുഗേഷൻ ഡോമിനേറ്റ് ചെയ്യണം. ഇതേ സിനാരിയോ നിങ്ങൾക്ക് മെറ്റയിലാണ് വന്നതെന്ന് വിചാരിക്കുക. ഓർത്തോയിലും പാരയിലും മാത്രമാണ് റെസണൻസും ഹൈപ്പർ കോൺജുഗേഷനും ഒക്കെ കാണിക്കാൻ പറ്റുള്ളൂ. മെറ്റയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? മെറ്റയിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് മാത്രമേ കാണിക്കുള്ളൂ. കൂടുതൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് കാണിക്കുന്നത് കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുകളുള്ള വലിയ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. സോ ഇൻഡക്റ്റീവിന്റെ മാത്രം ഓർഡർ എടുത്താൽ എസ്സിലാണ് കൂടുതൽ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ നമുക്ക് കാണുക. SRQP എന്ന ആൻസർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നേരത്തെ നേരെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നതായി നിങ്ങൾക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ബേസിക് ക്യാരക്ടർ പറയണം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന കേസാണ്. എല്ലാത്തിലും ഫിനൈൽ റിംഗ് അല്ലെങ്കിൽ ബെൻസീൻ റിംഗ് ഉണ്ട്. കൂടുതൽ റെസണൻസ് വരുമ്പോൾ അവർക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറയും. അപ്പോൾ ഏറ്റവും നന്നായിട്ട് എക്സിനായിരിക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുക. ദെൻ Y ദെൻ Z. യു ഗെറ്റ് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ വിൽ സി 2 more questions ആൻഡ് വൈൻഡ് ദി സെഷൻ അപ്പ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എല്ലാവരും COH സിസ്റ്റംസ് ആണ്. നമുക്ക് DNP റൂൾ വെച്ച് പറയാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആദ്യം ഡിസ്റ്റൻസ് നോക്കണം. ഫസ്റ്റ് നിയറസ്റ്റ് ഡിസ്റ്റൻസിൽ വന്നിരിക്കുന്ന 2 ആൾക്കാർ നമുക്ക് കാണാം, Qയും Sഉം. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്പർ നോക്കുമ്പോൾ 2 വിഡ്രോയിങ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് Sൽ കാണാം. സോ S കഴിഞ്ഞിട്ടാണ് Q വരിക. അത് കഴിഞ്ഞ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് Rൽ വന്നു. Pയിൽ ആരുമില്ല. SQRP എന്ന ഓപ്ഷൻ നമ്മൾ അതിൽ ചൂസ് ചെയ്യണം. ആൻഡ് സീ ദിസ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് C6H5CH2OH ഉണ്ട്. അടുത്തത് ബെൻസോയിക് ആസിഡ് ആണ്. അടുത്തയാൾ C6H5OCH3യും പിന്നെയുള്ളത് ഫീനോളും ആണ്. ഇവരുടെ ആസിഡിക് ക്യാരക്ടർ പറയുമ്പോൾ ഒന്ന് ഫീനോളിക് സിസ്റ്റം ആണ്, 2 ആൽക്കഹോൾ ആണ്, മറ്റേത് ബെൻസോയിക് ആസിഡ് സിസ്റ്റം ആണ്,
അടുത്തത് ഈഥർ ആണ്. ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ COHനാണല്ലോ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത്, PQRS. സോ Q ആണ് നമുക്ക് ആദ്യം വരേണ്ടത്. ആൽക്കഹോളും ഫീനോളും തന്നാൽ ഫീനോൾ ആയിരിക്കുന്ന എസിനെ പറയണം, പിന്നെ ആൽക്കഹോളിനെ പറഞ്ഞ് പിന്നെ ഈഥറിനെ പറയണം. സോ ദിസ് ഈസ് സച്ച് എൻ ഈസി ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ QSPR എന്ന ഓപ്ഷൻ എ നമുക്ക് പറയാം. സോ നമ്മൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ കൺക്ലൂഷൻസ് ഇത്രയേ ഉള്ളൂ. Based on this electron donating and withdrawing ability, based on your idea about the various functional group, you are able to give the order of acidic and basic strength. അതിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഗോ ത്രൂ ഓൾ ഓഫ് ദോസ് എക്സാമ്പിൾസ്. അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.